എല്ലാവർക്കും പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പ്ലാൻസ് ഒക്കെ ഇഷ്ടമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കണ്ട് പ്ലാൻസ് ഏതാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ. അപ്പോൾ പ്ലാൻസ് അയച്ചു തരുന്നതാണ്. ഇന്നത്തെ സെയിൽ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഇൻഡോർ പ്ലാൻസ് ആണ്. ഇപ്പോൾ ഇൻഡോർ പ്ലാൻസ് ഒക്കെ ഇഷ്ടമില്ലാത്തവരാരാ ഉള്ളത്? അപ്പോൾ നമ്മൾ ഒരു വൈറ്റ് പോട്ടിലേക്ക് ഓരോ പ്ലാന്റിൻ്റെ ഒരു തൈ വെച്ച് കൊടുത്താൽ തന്നെ പെട്ടെന്ന് തന്നെയാണ് അതിൽ ഒരുപാട് തൈകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്രയും ഈ ചെടികളൊക്കെയാണ് സെയിലിനായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കാണുന്ന ചെടികളൊക്കെ നല്ലൊരു പോട്ടിലാക്കി നമ്മൾ വൈറ്റ് പോട്ടിലേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിനകത്തോളം എല്ലാം വളരെയധികം മനോഹരമാക്കാനായിട്ട് ഈ പ്ലാന്റുകൾ പെട്ടെന്ന് തന്നെ വേഗം വളർന്നു വരുന്നതുമാണ്. അത്യാവശ്യം വലിപ്പമുള്ള തൈകൾ തന്നെയാണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയിൽ ബ്ലാക്ക് കളറിൽ ഉള്ള ഒരു ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് സൈഡിൽ എഴുതി കാണിക്കുകയും കൂടി ചെയ്യുന്നതാണ് കേട്ടോ. അടുത്ത് ഈ ഒരു അഗ്ലോണിമയാണ്. ഈ അഗ്ലോണിമ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ്സാണ് എല്ലാം ഇന്ന് സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളത്. വേഗം തന്നെ പുതിയ തൈകളും വന്ന് നിറയും. നമ്മളൊരു പോട്ടിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു പോട്ടിലേക്ക് നല്ല ഭംഗിയായിട്ട് വേഗം തന്നെ വളർന്ന് ഒരുപാട് തൈകളാവുകയും ചെയ്യും. അപ്പോൾ ഇത്രയും വലിയ പ്ലാന്റാണ് കേട്ടോ സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളത്. അടുത്ത് ഗ്ലോറിസം എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റാണ്. ഇത് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് തന്നെയാണ്. നല്ല ലീഫ് കണ്ടു കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ലീഫാണ് പോലെയൊക്കെ തോന്നും. നല്ല ഭംഗിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരുപാട് തൈകളാക്കി മാറ്റാൻ പറ്റുന്ന, അതായത് നമ്മുടെ പോട്ട് നിറച്ച് തന്നെ വേഗം ചെടികളായി മാറുന്ന ഒരു പ്ലാന്റാണിത്. അടുത്തത് അഗ്ലോണിമയാണ്. നല്ല വലുപ്പമുള്ള പ്ലാന്റ് തന്നെയാണ്. ഇതിൻ്റെ റേറ്റ് എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെയും തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നല്ല വലിയ പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ വലിയ പോട്ടിലേക്ക് വയ്ക്കാൻ പറ്റിയ പ്ലാന്റാണ്. അടുത്ത് ഈ ഒരു പ്ലാന്റാണ്. ഈ പ്ലാന്റും അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ്. ഒരു പോട്ടിലേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൊടി മിക്സൊക്കെ ചേർത്ത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ വേഗം തന്നെ വലിപ്പം വയ്ക്കുന്നു. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണിതും. അപ്പോൾ പ്ലാൻസ് ഒക്കെ ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറന്നു പോകരുത് കേട്ടോ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പ്ലാൻസൊക്കെ നമ്മൾ അയക്കുന്നത് കൊറിയർ DTDC കൊറിയർ വഴിയും അതുപോലെ തന്നെ തപാൽ പോസ്റ്റ് വഴി സ്പീഡ് പോസ്റ്റിൽ അയക്കും. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ അറിയിക്കുക, ആ രീതിയിൽ അയച്ചു തരുന്നതാണ്. തപാൽ വഴി അയക്കുന്ന സ്പീഡ് പോസ്റ്റ് വഴിക്ക് അയക്കുമ്പോൾ ഒരു 2-3-4 ദിവസം ലേറ്റ് ആകുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നമാണുള്ളത്. അത് അങ്ങനെ അയച്ചാൽ കുഴപ്പമില്ല എന്ന് പറയുന്നവർക്ക് ആ രീതിയിൽ അയച്ചു തരുന്നതാണ്. പ്ലാൻസ് അയച്ചു കൊടുത്തിട്ട് സേഫായിട്ട് എത്തിയിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും അതുപോലെ സേഫായിട്ട് എത്തുമെന്നുള്ളതിൽ എനിക്ക് അറിയില്ല, ഉറപ്പില്ല കേട്ടോ. ഇപ്പോൾ DTDC ആകുമ്പോൾ ആ ഒരു പ്രശ്നം വരുന്നില്ല. നമുക്ക് പ്ലാന്റ് നല്ല ഉറപ്പായിട്ടും കുഴപ്പമൊന്നുമില്ലാതെ എത്തും. 2-3 ദിവസം എത്തും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഈ അഗ്ലോണിമയുടെ ഈ ഒരു പ്ലാന്റ് കണ്ടോ, ഇത് നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ലീഫൊക്കെ ഈ അഗ്ലോണിമയുടെ പ്ലാന്റൊക്കെ നമ്മൾ പോട്ടിലേക്ക് വെച്ച് ഒരുപാട് വെയിൽ കൊള്ളരുത് കേട്ടോ. അതായത് വെയിൽ നേരിട്ട് ലീഫിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ ഈ പ്ലാന്റിൻ്റെ എല്ലാം ലീഫുകൾ കരിഞ്ഞു പോകും. സൺലൈറ്റ് നേരിട്ടടിക്കാതെ ഇൻഡോറായിട്ട് അല്ലെങ്കിൽ ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിലേക്ക് സെറ്റ് ചെയ്ത് കഴിയാൻ വളരെ അധികം നല്ലൊരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഈ അഗ്ലോണിമയൊക്കെ നല്ല ഭംഗിയാണ്. നമ്മൾ വൈറ്റ് ബോർഡിലേക്ക് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് നല്ല ബുഷായിട്ട് ഒരുപാട് തൈകൾ വരുന്നതാണ്. അടുത്ത ഈ ഒരു ബെർക്കിൻ എന്ന് പറയുന്നൊരു പ്ലാന്റാണ്. ഇത്രയും ലീഫുകളൊക്കെ വന്നിട്ടുള്ള ഇത്രയും വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡാർക്ക് ഗ്രീനിൽ ഒരു യെല്ലോ ഷെയ്ഡ് ലൈനാണ്. അപ്പോൾ
അപ്പോൾ ഇത് മെച്ചൂർ ആവുന്നതനുസരിച്ച് ഈ ഒരു ലീഫിലേക്ക് ഈ ഒരു വെരിഗേറ്റഡ് ഒരു ലൈൻ ഇത് നന്നായിട്ട് തന്നെ വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഇത്ര വലിയ ഒരു പ്ലാന്റ് തന്നെയാണ് അയക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സെയിൽ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.